ഹാംസ്റ്റർ കോമ്പാക്റ്റ് ഇത് നിങ്ങൾ വെറുതെ കളിച്ചിട്ട് കാര്യമില്ല. ഇപ്പോൾ നമ്മൾ എവിടെ നോക്കിയാലും ആളുകൾ മൊബൈലിൻ്റെ ഡിസ്പ്ലേ നെക്കി പൊട്ടിക്കുന്നത് കാണാം. ക്രിപ്റ്റോ മൈനിങ് മൊബൈൽ ഡിസ്പ്ലേ ഇതുപോലെ നെക്കി പൊട്ടിച്ചു കൊണ്ടിരിക്കുന്നു. ഇൻസ്റ്റഗ്രാം ഓപ്പൺ ആക്കിയാലും യൂട്യൂബ് ഓപ്പൺ ആക്കിയാലും ഇതാണ് അവസ്ഥ. അറിയാത്ത ആളുകളുണ്ടെങ്കിൽ പറയാം, ഹാംസ്റ്റർ കോമ്പാക്റ്റ് എന്നാണ് ഈ ഡിസ്പ്ലേ പൊട്ടിക്കുന്ന ഗെയിമിൻ്റെ പേര്. ഇത് ടെലഗ്രാം യൂസ് ചെയ്തുകൊണ്ടാണ് ഈ ക്രിപ്റ്റോ ഗെയിം കളിച്ച് നിങ്ങൾക്ക് പണം ഏൺ ചെയ്യാൻ സാധിക്കുന്നത്. എന്നാൽ ഞാൻ പറഞ്ഞുതരാം, പല ആളുകളും വിചാരിക്കുന്നത് ഈ ഗെയിം കളിക്കുമ്പോൾ സ്ക്രീനിൽ ടാപ്പ് ചെയ്യുന്ന ആ ഒരു കോയിൻസാണ് നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എന്നാണ്. എന്നാൽ നിങ്ങൾ സ്ക്രീനിൽ ടാപ്പ് ചെയ്യുന്ന കോയിൻസ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടുന്നതിന് പകരം നിങ്ങൾ എത്രത്തോളം മൈൻ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് നിങ്ങൾ അവിടെ പ്രോഫിറ്റ് പെർ ഹവർ എന്ന് നോക്കിയിട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. കോയിൻസ് കൂട്ടാൻ ഫോണിൽ നെക്കി പൊട്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൽ ഡെയിലി ടാസ്ക് കംപ്ലീറ്റ് ചെയ്താൽ മതി. ഇങ്ങനെ ടാസ്ക് ചെയ്ത് കംപ്ലീറ്റ് ചെയ്താൽ നമുക്ക് ഒരു 6 ലക്ഷം കോയിൻസ് ഏൺ ചെയ്യാൻ സാധിക്കും. ഡെയിലി മോർണിംഗ് അപ്ഡേറ്റ് ആവുന്ന ഗെയിമിൻ്റെ കോഡ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു 10 ലക്ഷം കോയിൻസ് ഫ്രീ ആയിട്ട് കിട്ടും. ഇതിൻ്റെ ഈ കോഡും ഡെയിലി ടാസ്കും ചെയ്യാൻ വളരെ സിമ്പിളാണ്. ഗൂഗിൾ ക്രോമിലും ടെലഗ്രാമിലും അന്നേരം തന്നെ അപ്ഡേറ്റ് ആവുന്നുണ്ട്. നമുക്കൊരു 50 ലക്ഷം കോയിൻസ് വരെ അങ്ങനെ തന്നെ കിട്ടും. ഇതിൽ നിന്ന് എങ്ങനെയാണ് പൈസ കിട്ടുന്നതെന്ന് പറഞ്ഞുതരാം. ഈ ഒരു ഹാംസ്റ്റർ കോയിനിൽ ഇതുവരെ ലിസ്റ്റ് ചെയ്തിട്ടില്ല. ജൂലൈയിലൊക്കെയാണ് ഇത് ലിസ്റ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞാണ് ഇതിൻ്റെ വാല്യൂ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ടെലഗ്രാം കളിച്ചുകൊണ്ട് മാക്സിമം നമ്മൾ കോയിൻസ് ഏൺ ചെയ്യാൻ, ഇത് വെറുതെ കളിച്ചിട്ട് കാര്യമില്ല. ഇതിൽ നിങ്ങൾ എയർ ഡ്രോപ്പ് സെറ്റ് ചെയ്തില്ലെങ്കിൽ എത്ര കോയിൻസ് ഏൺ ചെയ്താലും നിങ്ങൾക്കത് വാലറ്റിൽ സെറ്റ് ആവില്ല. മറക്കാതെ അതൊന്ന് ചെയ്തു വെക്കുക. പിന്നീട് ഇതിൻ്റെ പ്രൈസ് ഇതുവരെ ലിസ്റ്റ് ചെയ്തിട്ടില്ല, ഒന്നും പറയാൻ പറ്റില്ല. പല ആളുകളും വലിയ ഡ്രീമുകളൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത്. ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ പല ഫേക്കും വരുന്നുണ്ട്, പക്ഷേ അതൊന്നും പറയാൻ പറ്റില്ല. കൂടുതൽ ഡീറ്റെയിൽസിനായി സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തി കമൻറ്റിൽ അപ്ഡേഷൻ വേണമെങ്കിൽ ഒന്ന് അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.